കിട്ടിയോ? ഇല്ല, ചോദിച്ച് വാങ്ങി. അതാണ് ഇപ്പൊ പാകിസ്ഥാന്റെ അവസ്ഥ. പാകിസ്ഥാൻ ഇപ്പോ യുദ്ധം ചെയ്യാൻ പറ്റിയ രാജ്യങ്ങൾ ഏതൊക്കെ അറിയോ? അഫ്ഗാനിസ്ഥാന്, ബംഗ്ലാദേശ്, നേപ്പാള്, അങ്ങനത്തെ കെനിയ, അങ്ങനത്തെ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് യുദ്ധം ചെയ്യാൻ നടക്കുള്ളൂ. ഇത് ഇന്ത്യയാണ്. ലോകത്തിലെ 4ാമത്തെ ബിഗ്ഗസ്റ്റ് ആർമി ഉള്ള രാജ്യമാണ് ഇന്ത്യ. അത് മനസ്സിലാക്കി. റഷ്യ, USA, ചൈന, 4ാമത്തെ ഇന്ത്യ. മനസ്സിലായോ? ഇതാണ് പാകിസ്ഥാൻ. ഒരിക്കലും പാകിസ്ഥാനൊക്കെ 2-3 ദിവസം കൊണ്ട് തീർക്കാനുള്ള ഇതുള്ളൂ. കാരണം ഇന്ത്യക്ക് അത്ര ഉള്ളൂ പണി. സിമ്പിളാണ്. കാരണം 2-3 ദിവസം കൊണ്ട് തീർക്കാം ഇന്ത്യക്ക് പാകിസ്ഥാൻ. ചൈനന്റെ കയ്യിൽ നിന്ന് J-70 വാങ്ങി പാകിസ്ഥാൻ. എന്ത് കാര്യം ഉണ്ടായി? ഇന്ത്യക്കാര് വെടിച്ചിട്ട് അത്ര ഉള്ളൂ. ഇപ്പൊ F-16 വാങ്ങി അമേരിക്കന്റെ കയ്യിൽ നിന്ന്. എന്ത് കാര്യം ഉണ്ടായി? വെടിവെച്ചിട്ടു. ഇന്ത്യ സുമ്മാവാ. ഇന്ത്യ ചെറിയ കണ്ടൊന്നല്ല. നിങ്ങൾ മറ്റേ ഓലപ്പടക്കം കാട്ടിക്കാണ്ട് വരട്ടണ കണ്ടൊന്നല്ല. ഈ ടെററിസ്റ്റ് എന്ന് പാകിസ്ഥാൻ നിർത്തണോ അന്ന നാട് നന്നാവുള്ളൂ. അല്ലെങ്കിൽ നന്നാവൂല, ഒരിക്കലും നന്നാവൂല. പൂരം തൃശ്ശൂരാണ് നടക്കണേ, പക്ഷേ യഥാർത്ഥ പൂരം നടക്കണ പാകിസ്ഥാനിലാണ്. അപ്പൊ ഒരു കാര്യം പാകിസ്ഥാനെ മനസ്സിലാക്കാം. ഇങ്ങോട്ട് തരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ഡബിൾ ആയിട്ട് 10 ആയിട്ട് തരാനുള്ള പറ്റിയ ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ വിചാരിച്ചെന്താ 2 ബോംബ് അവിടെ 2 ബോംബ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു വിചാരിച്ചു. അങ്ങനെ തീരുമാനാക്കലേ. ഇത് രാജ്യം വേറെയാണ്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഒരേപോലെ കയറാം. ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, രാജ്യത്തിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാം. മനസ്സിലായോ? ജയ് ഹിന്ദ്.